എന്നിട്ട് നാണോ മാനോ ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു. ആരാന്റെ മുതല് കട്ട് പിടിച്ചു പറിച്ച് തിന്നതും പോരാ, അവന്റെ പെണ്ണുങ്ങളെ കയറി പിടിച്ചതും പോരാ, എന്നിട്ട് ന്യായീകരിക്കുന്നു. എന്തൊരു നാണക്കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല, കോളേജിലൊന്നും പഠിക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമ്മതിക്കില്ല. അവിടെ ഗുണ്ടായിസമാണ്. എന്ത് തോന്നിയ ദിവസവും കാണിക്കും, ആരെയും തല്ലിക്കൊല്ലും, ഏതുതരം മയക്കുമരുന്ന് വിതരണം ചെയ്യും, എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യും. അതിന് ഭരണകൂടത്തിന്റെ സപ്പോർട്ട്, പോലീസിന്റെ സപ്പോർട്ട്, എല്ലാവരുടെ സപ്പോർട്ട്. SFI അല്ലേ? SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അംഗീകരിക്കപ്പെട്ട രജിസ്ട്രേഷനുള്ള ലൈസൻസ് ഉള്ള ഭീകര സംഘടനയാണ് കേരളത്തിലെ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും ചെയ്യാം, ആരെയും തല്ലിക്കൊല്ലാം, എന്ത്. പിന്നെ സിദ്ധാർത്ഥിന്റെ കേസ് നമുക്കറിയാലോ. പറയുമ്പോൾ സിദ്ധാർത്ഥിനെ പറയാതെ പോകാൻ പറ്റില്ല. 3 ദിവസമാണ് ചങ്ങാതിനെ പറയുമ്പോൾ തന്നെ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ പീഡിപ്പിച്ച അവസാനം കൊന്നുകളഞ്ഞത്, നിഷ്കരണം കൊന്നുകളഞ്ഞത്. എന്നിട്ട് പോലീസ് അയാൾ ആത്മഹത്യ ചെയ്തെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ സർക്കാർ ആ പ്രതികളെ സംരക്ഷിച്ചു. ഇപ്പോ കഴിഞ്ഞു. നഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക്. SFI ഇവിടുത്തെ പുണ്യാളച്ചന്മാരായി മാറുകയും ചെയ്തു. അതൊരു വശത്ത്, അതായത് കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥ ഒരു വശത്ത്, ഗുണ്ടായുസത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല, കൊലപാതക ഗുണ്ടായുസത്തിന്റെ കഥ ഒരു വശത്ത്, ആ ഗുണ്ടകളെ വളർത്തുന്ന CPMന്റെ പിണറായി അടക്കമുള്ളവരുടെ നിലപാടുകൾ മറുവശത്ത്. എന്നാൽ ഈ കൊലപാതകത്തിലും മറ്റു കാര്യങ്ങളിലും മാത്രം, ഗുണ്ടായുസത്തിലും മയക്കുമരുന്നിലും മാത്രം ഒതുങ്ങൂല. നാട്ടിൽ ഒരു ഒറ്റ പരിപാടിയും ആരും നടത്താൻ പറ്റില്ല. നടത്തി കഴിഞ്ഞാൽ അത് കയറി അലുമ്പാക്കും, അത് കുളമാക്കും, എന്നിട്ട് അവരോട് ഗുസ്തി പിടിക്കും. അവരുടെ പെങ്ങന്മാരെയും പെണ്ണുങ്ങളെയും മക്കളെയും കയറി പിടിക്കും, പെൺമക്കളെയും കയറി പിടിക്കും. അതൊക്കെ അവരുടെ അവകാശമാണ്. കാരണം അംഗീകാരമുള്ള ഗുണ്ടകളാണ് ഇവിടെ, സർക്കാർ സംരക്ഷണമുള്ള ഗുണ്ടകളാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണി മുതൽ, അതായത് ഇന്നലെ രാത്രി 12 മണി മുതൽ ഏതാണ്ട് 3 മണി വരെ കൊച്ചിയിൽ അഴിഞ്ഞാട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. അഴിഞ്ഞാട്ടം. വക്കീലന്മാർ അവര് കോടതി കോമ്പൗണ്ടിൽ എല്ലാ വർഷവും അവരുടെ വാർഷിക പരിപാടിയും, ആ വാർഷിക പരിപാടിയിൽ നല്ല ഫുഡ് ഉണ്ടാവും, കുറെ കഴിയുമ്പോൾ DJ പരിപാടി ഉണ്ടാവും, പലതും ഉണ്ടാവും. അവിടെ ചിലപ്പോൾ 2 അടിച്ചെന്ന് വരും, ചിലപ്പോൾ ബിയർ ബോട്ടിൽ അടിച്ചെന്ന് വരും, അതെല്ലാം ഉണ്ടാവും. പക്ഷെ അവിടെ ബാക്കിയുള്ളവർ കയറി നിരങ്ങേണ്ട ആവശ്യമില്ല. അത് മഹാരാജാസിലെ പിള്ളേർ മാത്രമല്ല, SFIക്കാർ മാത്രമല്ല, നാട്ടുകാരോ മറ്റാരോ അവിടെ കയറേണ്ട ആവശ്യമില്ല. ഈ വക്കീലന്മാർ പറയുന്നത് എല്ലാ വർഷവും വലിഞ്ഞു കയറി വിളിക്കാതെ തിന്നാൻ വരുമെന്നാണ്. അതായത് അവർ 10-100 പേര് അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ, 100-200 പേര് ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ, ആ കൂടുന്നവർക്ക് ആവശ്യമായ ഭക്ഷണമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവർക്ക് പോലും തിന്നാൻ പറ്റാത്ത രീതിയിൽ യുവന്മാര് കയറി, ഈ SFI എന്ന് പറയുന്ന ഗുണ്ടകൾ കയറി യാതൊരു നാണവും മാനവും ഉളുപ്പില്ലാതെ വലിച്ചു വാരി നക്കും, കയറിയിരുന്ന് നക്കും. എന്നിട്ട് മിണ്ടാതങ്ങ് പോവും. അവർ സാധാരണ ഒന്നും മിണ്ടാറില്ല. ഈ വക്കീലന്മാര് സാധാരണ മിണ്ടാറില്ല എന്നാണ് ഇതുവരെ ഉള്ളൊരു അനുഭവം. അവര് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഞാൻ ഇതിനു മുമ്പും പല വക്കീലന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഈ വാർഷിക പരിപാടിയെ കുറിച്ച് മുമ്പ് എനിക്കറിയാം. അപ്പൊ അതില് ഇത്തരത്തിൽ നല്ല ഒരു ആഘോഷം, കാര്യം ഒരു വർഷക്കാലം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മനസ്സ് മുറുക്കി പിടിച്ച് ചെയ്യുന്ന പ്രവൃത്തി, അത് വാദിക്ക് വേണ്ടിയിട്ടാലും പ്രതിക്ക് വേണ്ടിയിട്ടാലും ഒന്ന് നിൽക്കണം. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ, ടെൻഷൻ മനസ്സിലാവുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ഇറക്കി വെക്കാനാണ് അവര് അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഒരുക്കി 2 എണ്ണമൊക്കെ അടിച്ച്, ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അവരുടെ കോമ്പൗണ്ടില് അവരുടെ ഓഡിറ്റോറിയത്തിലാണല്ലോ അവർ ചെയ്യുന്നത്. മറ്റുള്ളവരെ നെഞ്ചത്ത് കയറാൻ, ആരുടെ നെഞ്ചത്ത് കയറാൻ പോകുന്നില്ലല്ലോ. അവിടേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നതും ഒക്കെ കുറച്ചെണ്ണം SFIയുടെ അവിടെ നാണോ മാനോ ഉളുപ്പില്ലാത്ത കുറച്ചെണ്ണം അവിടെ കയറി ചെന്ന് അവരുണ്ടാക്കി വെക്കുന്ന ഭക്ഷണം വെട്ടി വിഴുങ്ങി തിന്ന് മിണ്ടാ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതവർ സഹിക്കും. പക്ഷെ ആ DJ പരിപാടി തുടങ്ങുമ്പോൾ അതിനിടയിൽ കയറി അവരുടെ കൂടെയുള്ള പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സഹിക്കൂല. ഇവിടെ ആ പരിപാടിന്റെ വാർത്ത മുഴുവൻ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഈ അലമ്പ് നടന്നിട്ടുള്ളത്, SFIയുടെ ഗുണ്ടകൾ അഴിഞ്ഞാടിയിട്ടുള്ളത് മുഴുവൻ കോടതി വളപ്പിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉള്ളിലാണ് ഈ പരിപാടി നടക്കുന്നത്, അല്ലാതെ പുറത്തല്ല. ഇതിനിടയ്ക്ക് SFIന്റെ ഒരു മഹാനായ നേതാവ് പറയുന്നത് കേട്ടു, ഇവര് ബിയർ ബോട്ടിലും അതും ഇതും കൊണ്ട് നേരെ ഗേറ്റിന് പുറത്തേക്ക് വന്നു. നട്ടപ്പാതിരിക്ക് അതുവഴി പോയ പെമ്പിള്ളേരെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ച് ചോദിക്കുന്നു. പിന്നെ അവിടെ ഉള്ളിൽ നല്ല അടിപൊളി ഭക്ഷണം 2 അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മഹാരാജിന്റെ അതുവഴി പോണ ചെറിയ കൊച്ചുങ്ങൾ പോകണമെന്ന് നോക്കിയിരിക്കല്ലേ അവർ. മാത്രമല്ല അവിടെ മീഡിയക്കാരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരുടെ മുന്നിൽ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് അവിടെ തല്ലി നടന്നത്. ഇവിടെ അഡ്വക്കേറ്റുമാരും അല്ലെങ്കിൽ കോടതി ജീവനക്കാരും അതുപോലെ ഈ പറഞ്ഞ SFIന്റെ ഗുണ്ടകളും ഒരുപോലെ പറയുന്നുണ്ട് പോലീസ് നിഷ്ക്രിയമായിരുന്നു. അവിടെ SFIക്കാരന്റെ ഉള്ളിൽ കയറി കിടുമ്പോ എന്തിനാണ് ഇങ്ങോട്ട് കയറേണ്ട ആവശ്യം എന്ന് ചോദിക്കേണ്ട പോലീസ് അവിടെ നിഷ്ക്രിയമായിരുന്നു. ACP അടക്കം ഉണ്ടായിരുന്നു എന്നാ പറയണേ. അപ്പൊ അവരുടെ മുന്നിൽ, ഈ പോലീസുകാരുടെ മുന്നിൽ മുഴുവൻ ഈ SFIക്കാർ ഗുണ്ടായുസം കാണിച്ചപ്പോ ഒരക്ഷരം മിണ്ടാതെ കൈയും കെട്ടി നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ഈ വക്കീലന്മാരെ വടിയും തടിയും കുറുതടിയും കൊണ്ട് SFI ഗുണ്ടകൾ വന്ന് തല്ലുന്നത്, അത് കോമ്പൗണ്ടിൽ കയറി തല്ലുന്നത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവര് പക്ഷപാതം കാണിച്ചു എന്ന് തന്നെയല്ലേ.
ഇപ്പൊ ഒരാള് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അവിടെ കച്ചറ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതിക്രമിച്ച് കയറിയതേ ഉള്ളൂ, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഞങ്ങൾ പിടിച്ച് തല്ലി എന്ന് പറഞ്ഞ് പരാതി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങോട്ട് കയറേണ്ട ആവശ്യമുണ്ടോ? ആ കോടതിന്റെ ഉള്ളിൽ SFIക്കാർ കയറേണ്ട ആവശ്യമില്ല. ഓസിന് ചെന്ന് നക്കിയിട്ട് ചുമ്മാ നാണമില്ല ഇങ്ങനെയുള്ള വർത്താനം പറയാൻ. ഒരു നാണമില്ല. എല്ലാ വർഷവും പോയി നക്കൂ എന്നാണ് പറയുന്നത്, എല്ലാ വർഷവും. ഇതിങ്ങനെ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ല, ഭക്ഷണം വിശപ്പുള്ളവന് കൊടുക്കണം, അതാരും കൊടുക്കണം. പക്ഷെ ഇത് അവിടെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, അവരുടെ വാർഷിക പരിപാടി ഉണ്ടാക്കുന്നു, അതിൽ ചെന്നിട്ട് അനധികൃതമായിട്ട് വലിഞ്ഞു കയറി ഒരു ഫുഡ് കഴിച്ച് പോകുമ്പോൾ എല്ലാ വർഷവും ഫുഡ് കൊടുത്തു വിടാറുണ്ട്. ഇത്തവണ ബാക്കിയുള്ളവർ പെമ്പിളരെ കയറി പിടിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള പെണ്ണുങ്ങളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ നോക്കുകയാണെന്നെങ്കിൽ SFI ഗുണ്ടകളാണ്, വെറും പക്ക ഗുണ്ടകളാണ്. അവരെങ്ങനെ പുണ്യാളന്മാരാകുന്നു വേണ്ട. അവർ 2 അടിച്ചുകൊണ്ടല്ല MDMA അടിച്ചുകൊണ്ടൊക്കെ കാണുന്നവരൊക്കെ കയറി പിടിക്കാൻ ചെന്ന് കഴിഞ്ഞ എന്താണ് അവസ്ഥ? അവിടുത്തെ സർക്കാരിന്റെ എന്താ പറയാ നിയന്ത്രണത്തിലാണ് അവര്. സർക്കാർ അവരെയാണ് സംരക്ഷിക്കുന്നത്. ഇനി നോക്കിക്കോ, ഈ വക്കീലന്മാരുടെ പേരിൽ മുഴുവൻ കേസാവും. 2 പേരുടെ പേരിൽ കേസാവും എന്ന് പറയുന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പ്രതികളാകാൻ പോകുന്നത് വക്കീലന്മാരെ, SFI കുട്ടികളെന്ന് പറഞ്ഞ ഗുണ്ടകളെ. ആ ഗുണ്ടകളെ മുഴുവൻ കൂടെ പോലീസ് സംരക്ഷിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷിക്കും. സർക്കാർ പറയുന്നത് കേട്ട് പോലീസ് പെരുമാറില്ല എന്നുണ്ടെങ്കിൽ പോലീസിന്റെ പണി അങ്ങോട്ട് തെറിക്കും. നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് പാലത്തിന്റെ അടിയിൽ നിന്ന് ഒരു MLA യുടെ മോനെ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു. ആ പിടിച്ചവന്റെ പണി തെറിച്ചു. അയാൾ നാട് വിട്ടു, അയാൾ വേറെ എങ്ങോട്ടാ പോയി. അവരവസ്ഥ വേറെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടു. അതായിരുന്നു അവസ്ഥ. അപ്പൊ ഇവിടെ കാശുള്ളവന്റെയും അതുപോലെ അധികാരവും പവറും ഉള്ളവന്റെയും മക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് എന്ത് വേണം കാണിക്കാം, എന്ത് തോന്നിയ ദിവസം കാണിക്കാം, എവിടെ കയറി നിറങ്ങാം. ഇനി നാളെ ഇപ്പോ കോടതി വളപ്പിൽ കയറി വക്കീലന്മാരെ പ്രതിക്ക് പിടിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത് വരാൻ പോലുള്ള നാളെ കോടതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ അല്ലെങ്കിൽ ജഡ്ജിന്റെ കോളർമാർ പിടിക്കും. അപ്പോഴും ഈ സർക്കാർ SFIക്കൊപ്പം തന്നെ നിൽക്കും. നമ്മളിവിടുന്ന് കണ്ടതാണല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ, കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ പ്രഥമ പൗരൻ. ആ പൗരന്റെ മണ്ടയിൽ കാണിച്ചിട്ടുള്ള നമ്മൾ കണ്ടില്ല. അന്ന് ഈ സർക്കാർ ആരെയാണ് സഹായിച്ചത്? SFIക്കാരെയല്ലേ. പോലീസുകാരുടെ ഈ SFIക്കാരുടെ ബാനറിന്റെ കീഴിൽ വെയിൽ കൊള്ളാതെ നിൽക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു. ഈ ബാനർ എന്തിനാ പിടിച്ചെടുക്കണേ? ഈ ഗവർണർ വരുമ്പോ മുമ്പ് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാടുമെന്ന് ഉറപ്പുള്ള അവരെ മാറ്റുന്നതിന്റെ സ്ഥാനത്ത് അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അതൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലേ. അപ്പൊ ഇവിടെ SFI പറയുന്ന, ബാക്കിയുള്ളവർ പറയുന്ന കരിന്നുണ കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അവരുടെ പരിപാടി നടത്തുന്നു, ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ഡാൻസ് കളിച്ചിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടാണ്. എന്തോ ആയിക്കട്ടെ, എന്ത് പണ്ടാരം ചെയ്ത് കഴിഞ്ഞാലും അവരുടെ കോമ്പൗണ്ടിൽ അവരുടെ ആഘോഷം, അവർ രാത്രി ആഘോഷം നടത്തുന്നു. ആ ആഘോഷത്തിലേക്ക് ബാക്കിയുള്ളവന്മാർ വലിഞ്ഞു കയറി ചെല്ലേണ്ട ആവശ്യം എന്താ? ഈ നട്ടപ്പാതിലേക്കൊക്കെ കയറി ചെല്ലേണ്ട വല്ല ആവശ്യം എന്താ? എന്താവശ്യം? ഇതിപ്പോ ഹോളി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അഴിച്ചുവിടുന്ന കുറെ പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്. നട്ടപ്പാതിലേക്ക് ഊതി വിടാൻ പെണ്ണുങ്ങൾ അവിടെ നിന്നിട്ടില്ല. എന്താ അവർക്ക് അവിടെ പരിപാടി? വീട്ടിൽ എന്താ ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ലേ? രക്ഷിതാക്കൾ ആരുമില്ലേ? എന്തൊക്കെ വാർത്തകളാണ് ഓരോ ദിവസവും ഇവിടെ പുറത്തു വരുന്നത്? അതൊന്നും അവർ കാണുന്നില്ലേ? അപ്പൊ എന്ത് തോന്നിയ ദിവസം അവർക്ക് കാണിക്കാം, ആരും നെഞ്ചത്ത് കയറാം, എന്നിട്ട് അതിനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ, അതിനെതിരെ പരാതി പറഞ്ഞാൽ, പ്രതികരിച്ചാലാണ് ഇവിടുത്തെ കുഴപ്പം. കൊച്ചിയിലെ പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, മലയാളികൾക്ക് മനസ്സിലാകുന്ന ഇത്ര കാര്യമുള്ളൂ. അവിടെ വക്കീലന്മാരെ പരിപാടി നടന്നു, അത് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഭക്ഷണം ഉണ്ടാക്കും, എല്ലാ വർഷവും ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ ഇത്തവണ മഹാരാജാസിലെ കുറച്ചെണ്ണം ഓസിന് ഞണ്ണാൻ അടിച്ചു മാറ്റാനായിട്ട് നാണോ മാനോ ഉളുപ്പില്ലാതെ കയറി ചെന്നിരുന്ന് തിന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും അല്ല, അതിന് മുന്നത്തെ വർഷത്തെ പോലെയൊന്നും അല്ല. ഇപ്പൊ MDMA കാലമാണ്. അപ്പൊ എല്ലാം നല്ല MDMA അടിച്ച് നല്ല ഫിറ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചടിച്ചങ്ങോട്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി അവിടെയുള്ള വനിതകളെ കുറെ എണ്ണത്തിന് കയറി പിടിക്കണമെന്ന് തോന്നി. അവർ കയറി പിടിച്ചു, വക്കീലന്മാർ പ്രതികരിച്ചു. അപ്പൊ ആളെണ്ണത്തിൽ കുറവായിരുന്നത് കൊണ്ട് അവര് തൽക്കാലം ഒന്ന് മിണ്ടാതെ പോയി കഴിഞ്ഞിട്ട് പിന്നീട് മഹാരാജാസിലുള്ള ബാക്കിയുള്ള ഗുണ്ടകളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കോടതി വളപ്പിൽ ഉള്ളിൽ കയറിയിട്ട് വക്കീലന്മാരെ എടുത്തിട്ട് അങ്ങനെ നിരത്തി. അങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ഇത് തന്നെയല്ലേ സംഭവം? എന്നിട്ട് നാണോ മാനോ ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു. ആരാന്റെ മുതല് കട്ട് പിടിച്ചു പറിച്ച് തിന്നതും പോരാ, അവന്റെ പെണ്ണുങ്ങളെ കയറി പിടിച്ചതും പോരാ, എന്നിട്ട് ന്യായീകരിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.